ഹലോ ഗായ്സ്, ഇറ്റ് വാസ് ഫോർസ പോർച്ചുഗൽ. ഫോർസ പോർച്ചുഗൽ. 4 മണിക്ക് എണീറ്റ് കളി കാണുമായിരുന്നു. 4 മണിക്ക് എണീറ്റില്ല, 4 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് വരുമായിരുന്നു. ഞാൻ നാട്ടോട് വരുമായിരുന്നു. 4:30 ഓടിക്കതച്ച് വന്ന് വീട്ടിൽ വന്ന് ടി വി ഓണാക്കി കാണുമായിരുന്നു. സൗണ്ട് കളഞ്ഞിരിക്കുകയാണ്. സോ ഇറ്റ് വാസ് എ സൂപ്പർ 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 ഗെയിം. അതായത് ഇറ്റ് വാസ്, ഐ മീൻ, 2 ലെജൻഡ്സ്, ലൂക്ക മോഡ്രിച്ച് ആൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ. രണ്ടുപേരുടെയും അവസാന ഗെയിമായി മാറാവുന്ന ഒരു ഗെയിമായിരുന്നു. ആൻഡ് ബോത്ത് ടീംസ് ഐ മീൻ ചത്ത് കളിക്കുമായിരുന്നു, ലിറ്ററലി ചത്ത് കളിക്കുമായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ പോർച്ചുഗലിന് കുറേ പൊസിഷൻ കിട്ടിയെങ്കിലും അതൊന്നും ഗോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല, പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ക്രൊയേഷ്യ കിട്ടിയ മൊമെന്റ്സ് എല്ലാം മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ അതിനകത്ത് ക്രൊയേഷ്യ നല്ലോണം പുഷ് ചെയ്ത് കളിച്ചു, ആ ഒരു ഗോൾ നേടി. തിരിച്ച് നമ്മുടെ ആൾക്കാർ പോർച്ചുഗലും അങ്ങോട്ട് അടിക്കാൻ തുടങ്ങി. ആൻഡ് പോർച്ചുഗൽ ഒരു പെനാൽറ്റി കിട്ടി, ഭാഗ്യത്തിന് ക്രിസ്ത്യാനോ അത് പെനാൽറ്റി കൺവേർട്ട് ചെയ്ത് ഗോളാക്കി. പക്ഷേ ക്രിസ്ത്യാനോ സബ് ചെയ്തതിനു ശേഷം പോർച്ചുഗൽ കളിച്ചൊരു കളിയുണ്ട്. ആ ഒരു കളി അത് ഭയങ്കര പ്രതീക്ഷ വരുന്ന കളിയാണ്. ഒരു രൗദ്രഭാവമായിരുന്നു. ഐ മീൻ, ഭയങ്കര പ്രഷർ ചെയ്ത് കളിക്കുന്ന ഒരു കളിയായിരുന്നു റൊണാൾഡോ സബ് ചെയ്തതിന് ശേഷം കളിച്ചത്. പക്ഷേ ദിസ് ടൈം, അല്ലെങ്കിൽ ഈ കളി എന്ന് പറയുന്നത് റൊണാൾഡോ അല്ലെങ്കിൽ പോർച്ചുഗൽ ടീം മാത്രമല്ല, ഇറ്റ് വാസ് പേഴ്സണൽ. നമ്മുടെ ജോട്ട നമ്മൾ വിട്ടുപോയ ദിവസം കൂടിയാണെന്ന്. സോ അതൊരു പേഴ്സണൽ കളിയായിരുന്നു. 12-ാമനായിട്ട് ജോട്ട കളിച്ച് കാണണം. കാരണം അത്രമാത്രം ഭാഗ്യം നമ്മളെ തുണച്ചിട്ടുണ്ട്, പോർച്ചുഗലിനെ തുണച്ചിട്ടുണ്ട്. ഓഫ് സൈഡായിട്ട് ക്രൊയേഷ്യയുടെ ലാസ്റ്റ് മൊമെന്റ് ഗോൾ ഓഫ് സൈഡ് പോകുന്നു, വേറെ കുറേ ഗോൾസ് ഡിസർവ് ചെയ്യുന്നു. സോ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ദെർ വാസ് എ 12th man present. എന്താ പറയാൻ അറിയില്ല. ലൂക്ക മോഡ്രിച്ച്, യു ആർ സച്ച് എ ലെജൻഡ്. ലൂക്ക മോഡ്രിച്ച് ഈസ് എ ലെജൻഡ്. അതായത് ഞാൻ കണ്ടിട്ടുള്ള വെച്ച് വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ്, അല്ലെങ്കിൽ ബെസ്റ്റ് മിഡ്ഫീൽഡറായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്ന ഒരാളാണ് ലൂക്ക മോഡ്രിച്ച്. വാട്ട് എ പ്ലെയർ. ആ ഒരു മെസ്സിയെ പോലെ തന്നെ ഒരു ഷോട്ടാണ്, പക്ഷേ പുള്ളി കളിക്കുന്ന കളി കണ്ടാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി പാസ്സല്ല കൊടുക്കുന്നത്, ത്രൂ ബോളാണ് കൊടുക്കുന്നത് കാണണം. അമ്മാതിരി ത്രൂ ബോളാണ് കൊടുക്കുന്നത്. സോ ദി ബെസ്റ്റ് മിഡ്ഫീൽഡർ. അൺഫോർച്ചുനേറ്റ്ലി അയാളുടെ ലൂക്ക മോഡ്രിച്ചിൻ്റെ അദ്ദേഹത്തിൻ്റെ വേൾഡ് കപ്പ് കരിയർ, അല്ലെങ്കിൽ നാഷണൽ ജേഴ്സിയിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ ഇന്ന് അവസാനിക്കുകയാണ്. ബട്ട് എന്തോ ഭാഗ്യവും അൺഫോർച്ചുനേറ്റ്ലി ഐ ഡോണ്ട് നോ ഇനി അടുത്ത സ്പെയിനാണ് വരാൻ പോണേ. എന്താകും എന്തോ. സ്പെയിനെതിരെ നമ്മുടെ ക്രിസ്ത്യാനോ അൾട്ടിമേറ്റ് ഫോമിലാണ് എപ്പോഴും കളിക്കുന്നത്. പക്ഷെ അടുത്ത കളി എനിക്ക് തോന്നുന്നില്ല. ഈ കളിയിൽ റൊണാൾഡോ സബ് ഇരുത്തിയിട്ട് കളിച്ച കളി ഉണ്ടല്ലോ പോർച്ചുഗൽ, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഐ മീൻ, ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് കളിച്ചൊരു കളിയാണ് കണ്ടത്. സോ എൻ്റെ ഒരു ആഗ്രഹം, അത് അൺപോപ്പുലർ ആണ്, പക്ഷേ ക്രിസ്ത്യാനോ സബ് എടുത്തിയാൽ ഇറ്റ് വിൽ ബെനിഫിറ്റ് ദ ടീം. പിന്നെ ആൾസോ ഫസ്റ്റ് ഹാഫിൽ കണ്ടുവന്നു വെച്ചാൽ പോർച്ചുഗൽ ഭയങ്കരമായിട്ട് പാസ് ചെയ്യുന്നുണ്ട്, പൊസിഷൻ വയ്ക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു പുഷ് ഗെയിം കളിക്കുന്നില്ല, ഒരു എന്താ പറയുക, അറ്റാക്കിങ് ഗെയിം കളിക്കുന്നില്ല. മൊത്തം നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നത്. മുമ്പ് വരെ പോയിട്ട് തിരിച്ച് ബാക്ക് പാസ് കൊടുക്കുവാണ്, റൊണാൾഡോ ഉൾപ്പെടെ കൊടുക്കുവാണ്. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? പക്ഷേ ടുഡേ, ഇന്നൊരു ഫെന്റാസ്റ്റിക് ഗെയിം കണ്ടു. ഫുട്ബോളിൻ്റെ എല്ലാ അഴകും കണ്ട ഒരു ഗെയിമായിരുന്നു. ഇറ്റ് വാസ് ഹൈലി ടെൻസ്. അവസാന നിമിഷം വരെ പേടിച്ചിരിക്കുകയായിരുന്നു പോർച്ചുഗൽ പുറത്തു പോകുന്നു. കാരണം പോർച്ചുഗൽ കൊളംബിയായിട്ട് സമനില പിടിച്ചതിന് ശേഷം ഇനി അങ്ങോട്ട് വരാൻ പോണ ടീമിൽ നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് വരാൻ പോണേന്ന്. സോ ആ ഒരു പേടി കാരണം നമുക്ക് ഇരിക്കപ്പുറത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. അടുത്ത സ്പെയിനാണ്, അപ്പോഴും സമാധാനമില്ല. സ്പെയിനെതിരെ ഭയങ്കര ടഫായിരിക്കും. യമാലൊക്കെ ഉഗ്രം ഫോം നിൽക്കുകയാണ്. സ്പെയിൻ നല്ല ചൂടി നിൽക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. ബട്ട് ലെറ്റ്സ് സീ. വൺസ് അഗെയിൻ, ലൂക്ക മോഡ്രിച്ച്, യു ആർ എ ലെജൻഡ്. ആൻഡ് എന്താ പറയുക, ഒരു നല്ല ഫേവറിൽ കിട്ടിയില്ല. പക്ഷെ എന്നിരുന്നാലും വി റെസ്പെക്ട് യു മാൻ, വി റെസ്പെക്ട് യു സോ മച്ച്. റൊണാൾഡോ, ഐ ഡോണ്ട് തിങ്ക് സോ. ഗോൾ നേടി, നോക്കൗട്ടിൽ ഗോളില്ലാത്തൊരു കുറവുണ്ടായിരുന്നു, ഗോൾ നേടി. പക്ഷെ എന്നിരുന്നാലും റൊണാൾഡോ ഇല്ലാത്തപ്പോൾ കളി ഭയങ്കര തീവ്രമാവുന്നുണ്ട് പോർച്ചുഗലിൻ്റെ. പിന്നെ റൊണാൾഡോ സബ്ബാക്കിയപ്പോൾ റൊണാൾഡോയുടെ ഒരു ഭാവം ഉണ്ടല്ലോ, അതൊന്നും ടീമിന് ചേർന്ന ഒരു സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. റൊണാൾഡോ ഫാനാണ് ഞാൻ, പക്ഷെ എന്നിരുന്നാലും പറയേണ്ടത് റൊണാൾഡോ. പിന്നെ വൺസ് അഗെയിൻ നമ്മുടെ ജോട്ട will be always in our mind, in our spirit for the game. So hopefully പോർച്ചുഗൽ അടുത്ത സ്റ്റേജിൽ കടന്നു പോട്ടെ, സ്പെയിനെ കടന്നു പോട്ടെ, ബെൽജിയം കടന്നു പോട്ടെ, ഫ്രാൻസ് ultimately. Let's see what happens. That's it.